ഷാഫി പറമ്പിൽ പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് ചോദിച്ചു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA ഷാഫി പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കണതും കുനിയാൻ പറയുമ്പോൾ കുനിയണതും കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യരാണ്. ഷാഫി കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കണം. ഇപ്പൊ അവിടെ ഷാഫി പറഞ്ഞ എന്താ പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദീപാണ്. പിന്നെ 2, ഇവിടെ ഷാഫി പറമ്പിലെ MLA അദ്ദേഹമാണ് ഇത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ ഷാഫിയുടെ വീട്ടിലത്തെ കാര്യത്തിന് വേണ്ടി പറഞ്ഞ ഇവിടെ ആരും പൊളിക്കും കുമ്പിട്ട് നിൽക്കില്ല. അത് സന്ദീപ് വാര്യർ നിൽക്കും. ഷാഫി ഒന്ന് കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കും. രണ്ട് നേരത്തെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം നേരത്തെ ചോദിച്ചതിൽ ഇവിടെ മറുപടി പറയാതെ ഒരു വിഷയമുണ്ട്. SDPIക്കാരെ പരസ്യമായി ഇവിടെ നോട്ടീസ് അടിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഇവർ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന്. പക്ഷെ അവർ കൂടെ കടക്കാൻ വന്നപ്പോ വിളിച്ച് കടത്തി. ഇവർ പോയി കടന്നില്ല. അവർ കൂടെ കടക്കാൻ വന്നപ്പോ SDPIക്കാരെ കൂടെ പിടിച്ച് കടത്തി. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് മിണ്ടാതിരുന്നത് അയാൾ വികലാംഗനായി എന്നാ തോന്നുന്നത്. കാരണം എവിടെ തലപ്പ് മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടു. കാരണം സുഡാപ്പികളായിട്ടാണ് സുഡാപ്പികളെ ഇവരെടുത്തു കൊണ്ടുവിട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമില്ല. തലപ്പിൽ എന്താണ് മോശം? അഭിലാഷ് എന്തിനാ വേറെ ചിന്തിക്കുന്ന? തലപ്പിൽ എന്താ കുഴപ്പം? തലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? രാഷ്ട്രീയം മാത്രം പറയാം. നിങ്ങൾ എന്തിനാ മാറി ചിന്തിക്കുന്നത്? ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ സുഡാപ്പികൾ ഉൾപ്പെടെ ഇത്തരത്തില് പോസ്റ്റർ അടിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാര് ഞങ്ങൾ ഇവരുടെ നേതാക്കന്മാരെ ജിൻഷാദിന് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഷാഫിയുണ്ട്, ശ്രീകണ്ഠനുണ്ട്, VD സതീശനുണ്ട്. അവര് പറയട്ടെ ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഉണ്ട്. അതിന് നട്ടലില്ല. ഇവരുടെ പാർട്ടിയിൽ ആർക്കും അതിന് നട്ടലില്ല. ശരി, ഓക്കെ.